പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് വിടുതലിന്റെ നൊവേന ആരംഭിക്കുകയാണ്. സഭയുടെ ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥനയിലൂടെ പിശാചിന്റെ ആധിപത്യങ്ങളെ, സ്വാധീനങ്ങളെ തകർത്തെറിയുന്ന വലിയൊരു ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ബഹിഷ്കരണ പ്രാർത്ഥന സഭയിൽ ഇതുപോലെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് ഭാഗ്യസ്മരണാർഹനായ ലയോ 13 മാർപ്പാപ്പയാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. പൈശാചിക ശക്തികളെ നിർവീര്യമാക്കി മനുഷ്യന് ഉപദ്രവം ചെയ്യുന്നതിൽ നിന്ന് അവയെ തടയുന്നതിനും അവയുടെ സ്വാധീനങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രാർത്ഥനയാണ് പിശാച് ബഹിഷ്കരണ പ്രാർത്ഥന. ഈ പ്രാർത്ഥന എല്ലാവരും ചൊല്ലണമെന്നും പ്രത്യേകിച്ചും പുരോഹിതര് ഈ പ്രാർത്ഥന ചൊല്ലി മനുഷ്യ മക്കളെ പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിച്ച് അവന്റെ സ്വാധീനങ്ങൾ, മനുഷ്യരെ നശിപ്പിക്കുന്ന പ്രവൃത്തികളെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബഹിഷ്കരണ പ്രാർത്ഥന പരിശുദ്ധ പിതാവ് നൽകിയത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയണം, അതായത് കീഴടക്കാൻ അസാധ്യമെന്ന് തോന്നുന്ന പ്രലോഭനങ്ങൾ, വിട്ടുമാറാത്ത ദുശീലങ്ങൾ, നിയന്ത്രണാതീതമായി അനുഭവപ്പെടുന്ന വൈകാരിക വിക്ഷോഭങ്ങൾ, മാറാത്ത കലഹങ്ങൾ, മരുന്നുകൾ ഒന്നും ഭരിക്കാതെ വരുന്ന ചില രോഗങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ വഴിയുള്ള പീഡകൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ പ്രാർത്ഥന വിശ്വാസപൂർവം ഉപയോഗിക്കുന്നവർക്ക് അത്ഭുതകരമായ വിടുതലും സൗഖ്യവും സംരക്ഷണവും ലഭിക്കും. അതായത് പിശാച് അനേക മക്കളെ അടിമപ്പെടുത്തി ഭരിക്കുന്ന മേഖലകൾ, അത് സാമ്പത്തിക മേഖലയില്, ജോലി മേഖലയില്, കുടുംബജീവിതത്തില്, സ്വഭാവത്തില്, ഒത്തിരിയേറെ രോഗപീഠകളിൽ. ഇന്നലെ ഒരു അമ്മച്ചി പറയായിരുന്നു, മകൻ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന മകനാ, അവനെ പഠന മേഖലയെ തടസ്സപ്പെടുത്തി വലിയ തലവേദന. മെഡിക്കൽ സയൻസിൽ എല്ലാ ടെസ്റ്റും നടത്തി, ഒരു കാരണമില്ല, ഒരു കാര്യമില്ല, പക്ഷെ വിട്ടുമാറാത്ത തലവേദന. അതാണ് പറഞ്ഞ മരുന്ന് കൊണ്ട് ഫലിക്കാത്ത രോഗങ്ങൾ. ഈശോ പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 63-ാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞിട്ടുണ്ട്, ആത്മാവാണ് ജീവൻ തരുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ചില ആത്മാക്കള് കയറിയിട്ട് മനുഷ്യന് വരുന്ന രോഗങ്ങൾ, ചില സ്വഭാവങ്ങളുണ്ട്, ചില കുടുംബത്തില് നിരന്തരമായ കലഹങ്ങൾ. അങ്ങനെ ഈ പൈശാചിക ശക്തികൾ അടിമപ്പെടുത്തി ബന്ധിച്ച് സ്വാധീനിച്ച് മനുഷ്യമക്കളെ നശിപ്പിക്കുന്ന ഒത്തിരിയേറെ മേഖലകളില് ഈ ബഹിഷ്കരണ പ്രാർത്ഥന പ്രാർത്ഥിച്ച് മനുഷ്യമക്കള് വിടുവിച്ചെടുക്കണം എന്ന് പരിശുദ്ധ പിതാവിലൂടെ സ്വർഗം നമ്മോട് പറയുന്നു. നമുക്കറിയാം, ഈശോ വന്നത് പിശാചിന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാണ്. 1 യോഹന്നാന്റെ ലേഖനത്തില് 3-ാം അധ്യായത്തിന്റെ 8-ാം വചനം വായിക്കുന്നുണ്ട്, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പ്രിയപ്പെട്ട മക്കളെ, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ പ്രത്യക്ഷനായത്. ഈശോയുടെ വലിയ ദൗത്യമായിരുന്നു പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് അനേക മക്കളെ സ്വതന്ത്രരാക്കുക, സൗഖ്യപ്പെടുത്തുക, വിടുവിക്കുക, പല ആധിപത്യങ്ങളും അധികാരങ്ങളും തകർത്തെറിയുന്നു. അതാണ് ഇന്നലെ നമ്മൾ കണ്ട കുരിശിൽ വിജയം വരിച്ചു. പാപത്തിന്റെ മേൽ വിജയം, ശാപത്തിന്റെ മേൽ വിജയം, കടങ്ങളുടെ മേൽ വിജയം. അതോടൊപ്പം തന്നെ സാത്താന് ലഭിച്ച നിയമപരമായ അവകാശങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് ഈ കുരിശിലെ ബലിയിലൂടെ കർത്താവ് നമുക്ക് നൽകിയ വിജയത്തിന്റെ അടിസ്ഥാനത്തില് നമ്മൾ അവിടുത്തെ നാമത്തിന് ശക്തി. നമുക്കറിയാം, പിശാചിന് ഒരിക്കലും അധികാരം കിട്ടാത്ത യേശു ക്രിസ്തു, അവിടുത്തെ മരണം പിശാചിനെ പരാജയപ്പെടുത്തിയത്, പിശാചിന് ഒരിക്കലും അവകാശം കിട്ടാത്തത് ഈശോയുടെ മേൽ മാത്രമാണ്. അതുകൊണ്ടപ്പോ യോഹന്നാന്റെ സുവിശേഷത്തില് വചനം പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ, ഈശോ പറയാ, ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എന്നാൽ അവന് എന്റെ മേൽ അധികാരമില്ല. ഈശോയുടെ മേൽ പിശാചിന് ഒരു അധികാരവുമില്ല. അതുകൊണ്ട് ഈശോയുടെ നാമത്തില്, ഈശോയുടെ കുരിശുമരണത്തിന്റെ ശക്തിയില് നമ്മൾ പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കണമെന്ന് ഈശോ ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന് 36-ാം വചനം പറഞ്ഞിട്ടുണ്ട്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്.
എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പിശാച് കയറിയിട്ട് വരുത്തുന്ന ഒത്തിരി രോഗങ്ങള്, തടസ്സങ്ങളുണ്ട്. നമുക്കറിയാം, ധൂർത്തപുത്രൻ അവൻ അപ്പന്റെ വീട് വിട്ടിറങ്ങി, പിശാച് അവനെ കൊണ്ടുപോവുക. ആ കൊണ്ടുപോകുന്ന സമയത്ത് അവന് നഷ്ടപ്പെട്ടു പോയൊരു കാര്യമുണ്ട്. എന്താണ്? സുബോധം അവന് നഷ്ടപ്പെട്ടു പോയി. സുബോധം പോയപ്പോ അവൻ ധൂർത്തനായി ജീവിച്ചു, എല്ലാം നശിപ്പിച്ചു. എന്നാൽ ലൂക്ക 15:17 നാം വായിക്കുന്നുണ്ട്, അപ്പോൾ അവന് സുബോധമുണ്ടായി. സുബോധമുണ്ടായപ്പോ അവൻ തിരിച്ചറിവ് വരും. ഇന്ന് നമ്മുടെ പല മക്കൾക്കും സുബോധം നഷ്ടപ്പെട്ടു പോയി. കുടുംബത്തില്, പൗരോഹിത്യത്തില്, യുവജനങ്ങളില്, നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുമക്കളില്, കുടുംബ ജീവിതത്തില് സുബോധം എന്ന യഥാർത്ഥ ബോധം നഷ്ടപ്പെടുത്തിക്കളുന്ന പിശാച്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് ആ ലെഗ്യോൻ ബാധിച്ചവനിൽ നിന്ന് ഈശോ പിശാചിനെ പുറത്താക്കിയപ്പോ നമ്മൾ കാണുന്നുണ്ട്, അവൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ ഇരിക്കുന്നു. പിശാച് കയറിയ പിന്നെ സുബോധം പോകും. പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ തൂർത്ത് നശിപ്പിച്ച്, ലഹരി, ജഡികാസക്തി, വ്യഭിചാരം, എന്തെല്ലാം മ്ലേച്ഛത, ജഡികാസക്തിയുടെ പൈശാചിക പ്രവൃത്തികള്, മ്ലേച്ഛതയുടെ ആഭാസതരങ്ങള്, ഒരു മടിയുമില്ല ചെയ്യുന്ന സുബോധം പോയ മനുഷ്യര്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, പിശാച് കയറിയാൽ ഇതാണ് അവസ്ഥ. ഇങ്ങനെ പല മേഖലകളിലും നമ്മുടെ മക്കളെ അടിമപ്പെടുത്തി ബന്ധിച്ച് നന്നായിട്ട് കുടുംബജീവിതം മുന്നോട്ട് പോകാൻ പാടില്ല, ജോലിയിൽ വിജയം ഭരിക്കാൻ പാടില്ല, പഠനത്തിൽ ജയിക്കാൻ പാടില്ല, സമാധാനം ഉണ്ടാകാൻ പാടില്ല, സ്നേഹമുണ്ടാകാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല, വിശുദ്ധ ജീവിക്കാൻ പാടില്ല. അങ്ങനെ പല മേഖലകളിലും ഈ പിശാച് കയറി നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ അടിമപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആഭിചാര്യത്തിന്റെ, മന്ത്രവാദത്തിന്റെ, കൂടോത്രത്തിന്റെ, പൈശാചിക വസ്തുക്കളുടെ സ്വാധീനങ്ങൾ, അസൂയ, കലഹം, ഇങ്ങനെ പ്രിയപ്പെട്ട മക്കളെ പല മേഖലകളിലൂടെ പിശാച് അതിശക്തമായിട്ട് മനുഷ്യ മക്കളിൽ സ്വാധീനവും ആധിപത്യവും അവന്റെ പ്രവൃത്തികളും അതിശക്തമായിട്ട് സ്ഥാപിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ പിതാവ് വലിയ ശക്തിയോടെ പറഞ്ഞ്. പിതാവ് തന്നെയാണ് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശക്തമായ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എല്ലാ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടും സെന്റ് മൈക്കിൾ പ്രയർ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കുടുംബങ്ങളില് വിശുദ്ധ മിഖായേലിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പിശാചിനെ ബന്ധിച്ച് യേശുവിന്റെ നാമത്തില്, അവന്റെ നാമത്തിലെ ശക്തിയില് ഈ പിശാചിനെ പരാജയപ്പെടുത്തിയ, പിശാചിന് അധികാരമില്ലാത്ത യേശുവിന്റെ നാമത്തിൽ പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കിക്കൊണ്ട് ഈ മാനവകുലത്തെ, മനുഷ്യ മക്കളെ നശിപ്പിക്കുന്ന, സ്വാധീനിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ പരിശുദ്ധ പിതാവ് നമ്മോട് പറയുകയാണ്. സഭയില് അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥനയ്ക്കൊക്കെ വലിയ സ്ഥാനമുണ്ട്. ഇന്ന് പലപ്പോഴും അത് മറന്നു പോവാം. പ്രിയപ്പെട്ട മക്കളെ, ഇത് നമ്മൾ നിർബന്ധമായിട്ട് പ്രാർത്ഥിക്കണം. ഈശോ തന്നെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചപ്പോ ഈശോ പറഞ്ഞ 2 കാര്യമുണ്ട്. ലാസ്റ്റ് 6ഉം 7ഉം യാചനകൾ. എന്താണ്? പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. പ്രലോഭനങ്ങൾ, പിശാച് ഇന്ന് പല പല പ്രലോഭനങ്ങളിൽ വീഴ്ത്തി നമ്മുടെ മക്കളെ അവന്റെ പിടിയിൽ അമർത്താൻ ശ്രമിക്കുമ്പോ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഈശോ നമ്മോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അറിയണം, ഈ പ്രലോഭനങ്ങളും ദുഷ്ടാരൂപികളും അതിശക്തമായി നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നല്ല, നശിപ്പിച്ചിട്ടുണ്ട്. പല പല കെണികളിൽ കുടുക്കി രക്ഷപ്പെടാൻ പറ്റാത്ത വിധം സുബോധം നഷ്ടപ്പെടുത്തി, ആഗ്രഹിച്ചാൽ രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തില് അതിൽ കുടുക്കിയിട്ടിരിക്കുന്ന അവസ്ഥകൾ, ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥകൾ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ടാ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. നമ്മൾ വിശുദ്ധ കുർബാന മധ്യേ സിറോ മലബാർ ആരാധനക്രമത്തിൽ അനുതാപ ശുശ്രൂഷ കഴിഞ്ഞിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ബഹിഷ്കരണ പ്രാർത്ഥന പ്രാർത്ഥിക്കും. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു എന്ന് പറഞ്ഞ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആശംസിച്ച് ഇതാ തിരിഞ്ഞ് ആശീർവദിക്കും. സമാധാനം നിങ്ങളോട് കൂടെ.
ശക്തമായ വിടുതൽ പ്രാർത്ഥന വിശുദ്ധ കുർബാനയില്, സ്വർഗസ്ഥനായ പിതാവിനുള്ള പ്രാർത്ഥനയില്, സഭയുടെ ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥനയില് സ്വർഗം നമുക്ക് കനിഞ്ഞു നൽകിയത് ഇവന്റെ സ്വാധീനം അതിശക്തമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബം നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളുടെ കുടുംബങ്ങളെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന പൈശാചിക സ്വാധീനങ്ങൾ അതെങ്ങനെ അറിയുന്ന ഫലത്തിൽ നിന്ന് വിട്ടുതേറിയാം. ഏതാത്മാവാണ് നമ്മുടെ കുടുംബത്തില്? പരിശുദ്ധാത്മാവാണോ നയിക്കുന്നത്? അതല്ലാത്ത സ്വാനിധ്യങ്ങള്, ശക്തികള്, സ്വാധീനങ്ങള്, സ്വഭാവങ്ങള്, ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മക്കളുടെ സ്വഭാവം, ജീവിത പങ്കാളിയുടെ സ്വഭാവം, ചില ദുശീലങ്ങള്, ചില ആസക്തികള്, ചില വേണ്ടാത്ത വൈരാഗ്യങ്ങള്, കലഹങ്ങള്, ഇങ്ങനെ പല പല കാര്യങ്ങൾ, ഭിന്നത. ഇവിടൊക്കെ പിശാച് പല വിധത്തില് നമ്മുടെ മേൽ ആധിപത്യം പുലർത്തി. അഹങ്കാരം, ഭയങ്കര അസൂയ, സ്വാർത്ഥത, വേണ്ടാത്ത കാര്യത്തിന്റെ പേരിൽ വഴക്കടിക്കുന്ന സ്വഭാവം, ഇതൊക്കെ നമ്മൾ ഈ ദിവസങ്ങൾ ചില മേഖലകൾ കണ്ടിട്ട് അതിനുവേണ്ടി ഈ സഭയുടെ ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥന അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. നമ്മള് പരിശുദ്ധ അമ്മയുടെയും യൗസപിതാവിന്റെയും ഉണ്ണീശോയുടെയും തിരുകുടുംബത്തിന്റെ വലിയ സാന്നിധ്യ ശക്തിയിലാണ് വിശുദ്ധ കുർബാന ദിവ്യകാരുടെ മധ്യേ കർത്താവിന്റെ കുരിശുപാന ശക്തിയിൽ യേശുവിന്റെ നാമത്തിൽ ഈ ബഹിഷ്കരണ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും എല്ലാ വിശുദ്ധരുടെയും മാലാഖമാരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കൂട്ടായ്മയെ സമർപ്പിച്ചുകൊണ്ട് ഈ വിമോചന പ്രാർത്ഥന, ഈ പിശാചിനെ ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥന പരിശുദ്ധ പിതാവിലൂടെ, ലയോ 13-ാമൻ മാർപ്പാപ്പയിലൂടെ നമുക്ക് നൽകിയ ഔദ്യോഗികമായ ഈ ബഹിഷ്കരണ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ വിടുവിക്കാൻ, നമ്മുടെ മക്കളെ വിടുവിക്കാൻ, നമ്മുടെ സകലമാന മേഖല, ജോലി, ബിസിനസ്, പഠനം, സാമ്പത്തിക മേഖല, ആരോഗ്യ മേഖല, പൗരോഹിത്യം, ശുശ്രൂഷ മേഖല, വീടിരിക്കുന്ന മണ്ണ്, ഇവിടെയൊക്കെ പിശാചിന് ലഭിച്ച ആധിപത്യങ്ങളുണ്ട്. പാപത്തിലൂടെ, ആഭിചാര ക്രിയകളിലൂടെ, നമുക്കെതിരെ ചെയ്ത മന്ത്രവാദം, കൂടോത്രം, നമ്മുടെ മക്കൾ പഠിക്കാതിരിക്കാൻ വേണ്ടി അസൂയമൂത്ത് ചിലർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന പൈശാചിക പ്രവൃത്തികള്, ഭക്ഷണത്തിലൂടെ കയറിപ്പറ്റിയ പൈശാചിക ശക്തികള്, ചില സമ്മാനങ്ങളിലൂടെ കയറ്റിവിട്ട പൈശാചിക ശക്തികള്, ഇങ്ങനെ പല മേഖലകളില് നമ്മുടെ മക്കളെ അടിമപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ 9 ദിവസങ്ങൾ അതിശക്തമായ വിമോചന പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും, എനിക്ക് പറയാനുള്ളത്, എല്ലാവരും കുമ്പസാരിച്ച് വിശുദ്ധീകരിച്ച് നിങ്ങളെ തന്നെ ഒരുക്കണം. ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ പറയാണ്, പശ്ചാത്തപിക്കാൻ മനസ്സില്ലാത്തവർ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഉപവാസത്തോടു കൂടി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അതിന് വലിയ ശക്തിയുണ്ട്, ഫലമുണ്ടെന്ന് പറയാം. ഉപവാസം, മാനസാന്തരം, ഈ പ്രാർത്ഥന, ഇത് ശക്തമായിട്ട് നമ്മൾ ആത്മാർത്ഥമായി ചെയ്താൽ ഉറപ്പ്, നമ്മുടെ മക്കളെ കെട്ടിപ്പൊട്ടി വച്ചിരിക്കുന്ന ബന്ധനങ്ങള്, കെട്ടുകള്, ചിലപ്പോ ഒരു കാരണം ഉണ്ടാവില്ല. എന്തിനാ ഇവരെ കാണിക്കണേ? എന്തെങ്കിലും ഒരു സ്വഭാവം, വേണ്ടാത്ത കാര്യത്തിന് വഴക്ക് പിടിക്കുക, ഒരു കാരണമില്ല. പിശാചിന് വലിയ കാരണമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ചില രോഗങ്ങളുണ്ട് മെഡിക്കൽ സയൻസിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. മരുന്ന് കഴിച്ചാൽ ഒരു കുറവില്ല, പക്ഷെ തലവേദന മാറണില്ല, നടുവേദന മാറണില്ല, മക്കളുണ്ടാകാൻ പാടില്ലാത്തൊരു കുഴപ്പമില്ല, പക്ഷെ മക്കൾ ഉണ്ടാവുന്നില്ല. ഇങ്ങനെ പല മേഖലകളില് പ്രിയപ്പെട്ട മക്കളെ പിശാച് സ്വാധീനം ചെലുത്തി വച്ചിരിക്കുന്ന ആ മേഖലകളെ, പിശാചിന്റെ ശക്തിയെ നിർവീര്യമാക്കി, എന്ന് പറയാം, പിശാചിന്റെ ശക്തികളെ നിർവീര്യമാക്കി മനുഷ്യനെ ഉപദ്രവം ചെയ്യുന്നതിൽ നിന്ന് അവയെ തടയുന്നതിനും അവയുടെ സ്വാധീനത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ വിമോചന പ്രാർത്ഥന എന്നാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞിരിക്കുന്നത്. 3 കാര്യങ്ങൾ എന്താണ്? പൈശാചിക ശക്തികളെ നിർവീര്യമാക്കി മനുഷ്യന് ഉപദ്രവം ചെയ്യുന്നതിൽ നിന്ന് അവയെ തടയുന്നു, അവയുടെ സ്വാധീനത്തിൽ നിന്ന് മനുഷ്യ മക്കളെ മോചിപ്പിക്കുന്നു. അങ്ങനെ വിടുവിച്ച്, മോചിപ്പിച്ച്, തടഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ ബഹിഷ്കരണ പ്രാർത്ഥന. അതുകൊണ്ട് മക്കളെ, ഈ പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ വിടുവിച്ചെടുക്കാൻ ഇന്ന് മുതൽ 9 ദിവസം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ മിഖായേൽ മാലാഖയോടൊക്കെ പ്രാർത്ഥിച്ച് സ്വർഗത്തിന്റെ വലിയ സാന്നിധ്യത്തില്, തിരുക്കുടുംബത്തിന്റെ സാന്നിധ്യത്തില് നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ സകല മേഖലകൾക്കും സകല മക്കൾക്കും വേണ്ടി ഈ വിമോചന പ്രാർത്ഥന നമ്മൾ
പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. വലിയ സംരക്ഷണം കർത്താവ് നമുക്ക് തരും. വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനം നൽകുവാൻ വേണ്ടിയാണല്ലോ ഈ ഭൂമിയിലേക്ക് വന്നത്. അനേകരിൽ നിന്ന് പിശാചുക്കളെ ബഹിഷ്കരിച്ചുകൊണ്ട് ആ വലിയ ദൗത്യം അങ്ങ് സുവിശേഷത്തിൽ പൂർത്തീകരിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1-2 തിരുവചനങ്ങളില് അങ്ങയുടെ സ്ലീഹന്മാരെ 12 പേരെ അടുത്ത് വിളിച്ചിട്ട് അങ്ങ് പറഞ്ഞില്ലേ, പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരവും ശക്തിയും അങ്ങ് അവർക്ക് നൽകി. രോഗികളെ സുഖപ്പെടുത്താനും സുവിശേഷം പ്രസംഗിക്കാനും അങ്ങ് അവരെ നിയോഗിച്ചയച്ചു. പിശാചിന്റെ മേൽ അധികാരവും ശക്തിയും നൽകിക്കൊണ്ട് പൗരോഹിത്യത്തിലൂടെ അങ്ങയുടെ മക്കളെ വിടുവിക്കാൻ സഭയുടെ നാമത്തില് പരിശുദ്ധ പിതാവ് ലയോ 13-ാമൻ മാർപ്പാപ്പയിലൂടെ ഈ ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥനയിലൂടെ പിശാചിന്റെ സ്വാധീനങ്ങൾ നിർവീര്യമാക്കാനും അവൻ മനുഷ്യ മക്കളെ തടസ്സപ്പെടുത്തുന്ന മേഖലകളെ അവസാനിപ്പിക്കാനും അങ്ങനെ മോചനത്തിന്റെ വലിയ വിടുതലും സ്വാതന്ത്ര്യവും നൽകുവാനും അങ്ങ് തിരുമനസ്സായല്ലോ. ആ ചൈതന്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങയുടെ നാമത്തില് സഭയുടെ ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥന ഇന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ അങ്ങേ തിരുമുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഉന്നതമായ അഭിഷേകത്താലും ശക്തമായ സംരക്ഷണത്താലും ഞങ്ങളെ നിറച്ചനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ വീടിരിക്കുന്ന മണ്ണ്, ഈ കാർമൽ ധ്യാന കേന്ദ്രം, ഇവിടെ ശുശ്രൂഷ ചെയ്ത മക്കള്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങള് കർത്താവെങ്കിൽ രക്തം കൊണ്ട് കൊട്ട കെട്ടി ഞങ്ങളെ സംരക്ഷിക്കണമേ, പൊതിഞ്ഞു പിടിക്കണമേ. സ്വർഗത്തിന്റെ സാന്നിധ്യ സഹായ സംരക്ഷണം ഞങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ, യോസേപ്പ് പിതാവ്, സകല വിശുദ്ധര്, മാലാഖമാര് ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ, പാളയമടിക്കട്ടെ. ഒരു ബഹിഷ്കരണ പ്രാർത്ഥനയുടെ ഒരു അനന്തര ഫലങ്ങള്, പൈശാചികമായ ശക്തികള്, സ്വാധീനങ്ങള് ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയോ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബഹിഷ്കരണ പ്രാർത്ഥനയിലേക്ക് ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വിശുദ്ധ കുരിശിന്റെ അടയാള മുദ്ര വെച്ച് നമുക്ക് ഈ ബഹിഷ്കരണ പ്രാർത്ഥന ആരംഭിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭാരത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെ ആണല്ലോ. ആകിയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ ഒരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകമുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ മേലിൽ ഒരിക്കലും ജനങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, സഭയെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ തിരുസന്നിധിയിലേക്ക് ഈ വലിയ വിമോചന പ്രാർത്ഥനയിലൂടെ
നമ്മെ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഓരോ മേഖലകൾ തടസ്സപ്പെട്ട് കിടന്ന തടസ്സങ്ങൾ, അകാരണമായ രോഗങ്ങൾ, കാരണമില്ലാത്ത ഒത്തിരി അസ്വസ്ഥതകൾ, തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, കലഹങ്ങൾ, വാശി വൈരാഗ്യങ്ങൾ, പിശാചിന്റെ ആധിപത്യങ്ങൾ, സ്വഭാവങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ജ്ഞാനസ്നാന വ്രതങ്ങള് നമ്മുടെ അടിസ്ഥാന പ്രമാണമാണ്. ക്രൈസ്തവ ജീവിതത്തിന്റെ വിശ്വാസ പ്രമാണം. നമുക്ക് ഒരുമിച്ച് സാധിക്കുന്ന മക്കള് ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലതുകരം കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് അർത്ഥം മനസ്സിലാക്കി ബോധപൂർവം നമുക്ക് ഏറ്റുചൊല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സാധിക്കുന്ന മക്കള് മുട്ടുകുത്താൻ പറ്റുമെങ്കിലും മുട്ടുകുത്താൻ പറ്റാത്തവര് എഴുന്നേറ്റ് നിന്നോ. വലിയ പ്രാർത്ഥനയോടെ കർത്താവിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൽ നിന്ന്, കർത്താവിന്റെ കുരിശു മനഃശക്തിയാൽ, അവിടുത്തെ നാമത്തിന്റെ ശക്തിയാൽ വലിയ വിടുതലും വിമോചനവും ലഭിക്കാനും ആധിപത്യങ്ങളും അധികാരങ്ങളും അവസാനിപ്പിക്കപ്പെടാനൊക്കെ വേണ്ടി ആഗ്രഹിച്ച് വലിയ പ്രാർത്ഥനയോടെ ഈ ബഹിഷ്കരണ പ്രാർത്ഥനയിൽ പങ്കുചേരുക. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ടും എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മക്കളുടെ ജീവിതത്തില് തീരാവ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവിഷ ശക്തികളെ, ഇസ്ലാമിക ജിന്നിന്റെയും ഹലാലിന്റെയും വശീകരണത്തിന്റെയും ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഈ മക്കളിൽ നിന്നും, ഇവരുടെ കുടുംബത്തിൽ നിന്നും, ഇവരുടെ മക്കളിൽ നിന്നും, ജീവിത വഴികളിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവായ യേശുവിന്റെ കുരിശിന്റെ പാദത്തിങ്കിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഇവരെയോ ഇവരുടെ ജീവിതത്തെയോ ഇവരുടെ മക്കളെയോ കുടുംബത്തെയോ അസ്വസ്ഥതപ്പെടുത്തരുതെന്ന് കർത്താവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ നാമം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ ഈ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ
ജീവിത സാഹചര്യങ്ങളെയോ ഇവരുടെ മക്കളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും, രോഗങ്ങളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും, അധമ വികാരങ്ങളും വിദ്വേഷ വൈരാഗ്യങ്ങളും കലഹങ്ങളും ഭിന്നതകളും സംശയങ്ങളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും, ദുരാസക്തികളും ദുഷ്ചിന്തകളും ദുഷ്പ്രവർത്തികളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും, എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഉറവിടവുമായ സാത്താനെയും അവന്റെ സൈന്യങ്ങളെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഈ മക്കളുടെ, ഇവരുടെ കുടുംബത്തിന്റെ, ഇവരുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഒരിക്കലും ഇവയൊന്നും അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ തിരുരക്തം ഇവർക്കും ഇവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടവർക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കൾക്കും കാവലായിരിക്കട്ടെ. അവിടുത്തെ വിശുദ്ധ കുരിശിന്റെ അടയാളം ഇവർക്ക്, ഇവരുടെ മക്കൾക്ക്, കുടുംബങ്ങൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. ഇങ്ങനെ ജീവിതായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവരെ വലയം ചെയ്യുകയും എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നിത്യകന്യകയായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും പിശാചുകളുടെ പേടി സ്വപ്നമായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥവും സാന്നിധ്യവും സംരക്ഷണവും ഇവർക്കും ഇവരുടെ പ്രിയപ്പെട്ടവർക്കും ഇവർക്കുള്ള സകലത്തിനും ഇവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും കാവലായിരിക്കുകയും ചെയ്യട്ടെ. ഇതുവഴി അങ്ങയുടെ ഈ മക്കൾ സൗഖ്യവും ശക്തിയും വിടുതലും പ്രാപിച്ച് അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ യോഗ്യരായി തീരുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വലിയ വിമോചന പ്രാർത്ഥനയിലൂടെ, വലിയ വിടുതൽ പ്രാർത്ഥനയിലൂടെ കർത്താവിന്റെ വലിയ ശക്തി, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ശക്തി, ബന്ധിതർക്ക് മോചനം നൽകുന്ന ശക്തി, പിശാചിനെ ബഹിഷ്കരിച്ചുകൊണ്ട് കർത്താവ് പൂർത്തീകരിച്ച ആ വലിയ ശക്തി, അവിടുത്തെ വലിയ സാന്നിധ്യത്തില് ശക്തിയില് നമ്മിലും നമ്മുടെ മക്കളിലും കർത്താവ് പ്രകടമാക്കിയിരിക്കുന്നു. ആ വലിയ കരുണയോർത്ത്, വലിയ ഭാഗ്യത്തെ ഓർത്ത് ഈ ഒന്നാം ദിവസം, ഈ നൊവേനയുടെ ഒന്നാമത്തെ ദിവസത്തില് കർത്താവിന്റെ വലിയ കൃപയും കർത്താവിന്റെ വലിയ ശക്തിയും വിടുതലായി വിമോചനമായി നമ്മില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ മക്കളില് കർത്താവ് നിറച്ചതിനെയോർത്ത് നന്ദി പറഞ്ഞു. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയ നന്ദി കർത്താവേ. വിശുദ്ധ കുർബാനയിൽ നിന്ന് അങ്ങയുടെ നാമത്തിന്റെ ശക്തി, അങ്ങയുടെ കുരിശുമാനത്തിന്റെ ശക്തി ഇപ്പോൾ ഈ മക്കളിലേക്ക്, ഇവിടെ കുടുംബങ്ങളിലേക്ക്, ഇവരനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങളിലേക്ക്, മക്കളുടെ എല്ലാ തടസ്സങ്ങളിലേക്ക്, പിശാചിനെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ മേഖലകളിലേക്ക് ഇപ്പോൾ പ്രവഹിക്കട്ടെ. കർത്താവിന്റെ ശക്തി, അവിടുത്തെ നാമത്തിന്റെ ശക്തി, കുരിശുമാനത്തിന്റെ ശക്തി ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ഈ മക്കളിലേക്ക്, ഇവരുടെ പ്രിയപ്പെട്ട മക്കളിലേക്ക്, വീട്ടിലേക്ക്, മണ്ണിലേക്ക്, ഇവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എല്ലാറ്റിലേക്ക് പ്രവഹിക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനം അഴിയട്ടെ, സാത്താന്റെ ശക്തികൾ അവസാനിപ്പിക്കപ്പെടട്ടെ. ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. കർത്താവിന്റെ വലിയ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും
സമർപ്പിച്ചുകൊണ്ട് ഈ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ജീവിതങ്ങളെ, എല്ലാ അവസ്ഥകളെയും കർത്താവിന് തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് വിശുദ്ധ ഫൗസ്റ്റീന പ്രാർത്ഥിച്ച പ്രാർത്ഥനയില്ലേ മക്കളെ? ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളിൽ എനിക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന്, എനിക്കുള്ള സകലർക്കും സകലതിനും സംരക്ഷണം. വ്യക്തിപരമായ ഓരോ മേഖലകളും സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിലൂടെ സംരക്ഷണം ഉറപ്പിച്ച് ഈ വിടുതലിന്റെ പൂർണ്ണത സ്വന്തമാക്കും മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ദിവ്യവരങ്ങൾ ഇതാ ചിന്തിക്കൊണ്ട് യേശു ആശീർവദിക്കുമ്പോ ആ വലിയ ശക്തിയാൽ പരിപൂർണമായി വിടുതൽ, സൗഖ്യം, വിമോചനം പ്രാപിക്കാൻ ശക്തിയോടെ സ്തുതിച്ച് സ്വീകരിക്കും മക്കളെ. വിമോചനത്തിന്റെ ശക്തി സ്വീകരിക്കും. ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നൊവേനയുടെ 1-ാം ദിവസം കർത്താവ് നാം വലിയ ശക്തി, വിടുതൽ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ ശുശ്രൂഷ അനേക മക്കൾക്ക് നിങ്ങൾ പകർന്നു കൊടുക്കണം. ഞാൻ വീണ്ടും പറയാണ്, കുമ്പസാരിക്കാനുള്ള മക്കള് കുമ്പസാരിക്കുക, ഉപവസിക്കാൻ പറ്റുന്ന മക്കള് ഉപവസിക്കുക. വലിയ പ്രാർത്ഥനയിൽ കരുണക്കൊന്തയും ജപമാലയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ, ഈ നൊവേനയുടെ 9 ദിവസങ്ങൾ, നൊവേന എന്ന് പറഞ്ഞാൽ 9 ദിവസത്തെ പ്രാർത്ഥനയാണ് മക്കളെ. ഈ പ്രാർത്ഥനയിൽ അതിശക്തമായി പ്രാർത്ഥിച്ചു ഒത്തിരിയേറെ പേര് പല പല മേഖലകളെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ഈ വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ, ഈ ബഹിഷ്കരണം സംഭവിച്ചാൽ ശാചനാധിപത്യം അവസാനിക്കും. അതിനാൽ തന്നെ നമ്മുടെ പല പ്രശ്നങ്ങളും, നമ്മുടെ മക്കളുടെ പല പ്രശ്നങ്ങളും, ദുശീലങ്ങൾ, അടിമത്തുകൾ, ബന്ധനങ്ങൾ, തടസ്സങ്ങൾ എല്ലാം വിട്ടു മാറിപ്പോവും. അതുകൊണ്ട് വലിയൊരു പ്രാർത്ഥനയാണ് മക്കളെ. അർത്ഥം മനസ്സിലാക്കി ഈ 9 ദിവസങ്ങൾ അതിശക്തമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാം. വീണ്ടും വെച്ച പറയാണ്, ഈ പ്രാർത്ഥന ശുശ്രൂഷ നിങ്ങൾ അനേകരും പറഞ്ഞ് പങ്കുവെച്ചു കൊടുത്ത് അനേകരെ പങ്കെടുക്കും.